ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ EI ബിഗ് ബ്രോ. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗായ്സ്. ഇത് നമ്മൾ പുതുതായിട്ട് മേടിച്ച വീടാണ് ഗായ്സ്. 2 BHK വീടാണ്. നമ്മുടെ ടെമ്പിൾ വാലിയുടെ അടുത്ത് തന്നെയാണ് മേടിച്ചത്. അത്യാവശ്യം റേറ്റ് ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങണ പോലെ കിട്ടിയപ്പോൾ മേടിച്ചത് ഗൈസ്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്, അതായത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യാനൊക്കെ സെറ്റാണ്. പാർക്കിങ് ഒന്നുമില്ല. അതെ, എന്നാലും നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം ഗൈസ്. ഇന്നലെ നമ്മുടെ BM നമ്മൾ ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേ ക്രാഷ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളത് അന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രൻ്റെ ഹോണ്ട സിവിക്ക് എടുത്തത്. അവനിന്ന് രാവിലെ പ്രോഗ്രാം ഉണ്ട്, വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവ് ചെയ്ത് ബാക്കി പറയാം ഗൈസ്. അണ്ണനെ വിളിക്കണം എന്തായാലും. വണ്ടി എന്തായി, റെഡിയാക്കാൻ കയറ്റിയോ എന്നൊക്കെ ചോദിക്കണം. പിന്നെ ഗൈസ്, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ചന്ദ്രൻ്റെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച്. അത് നമുക്ക് തെറ്റിയത് ഗൈസ്. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര മോശപ്പെട്ടവനൊന്നുമല്ല. അതെന്താ പേരിലെന്ത് വിഷയമെന്ന് തോന്നുന്നു. പിന്നെ അവൻ്റെ അതേ പേരുള്ള വേറെ ആരും ഉണ്ടായിരുന്നു. അതെ, ഇവനാന്ന് വിചാരിച്ചിട്ട് അവർ അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ല. അതെന്താ നമുക്ക് അറിയേണ്ട കാര്യം. അത്രേ ഉള്ളൂ. കൂട്ടുകാരന്മാരെ സെറ്റാണെന്ന് നോക്കിയാൽ മതി. ഇതെല്ലാം അവൻ്റെ വണ്ടി കൊണ്ടുവന്നുകൊണ്ട് പൊക്കി പറയുന്നില്ല. ഇത് അവൻ്റെ പുതിയ വണ്ടി ഗൈസ്. EMI എടുത്തതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, അങ്ങനെയൊന്നും അങ്ങനെ പറയാറില്ല. അങ്ങനെ ഗൈസ്, നാട്ടിലൊക്കെ എന്താ ഗൈസ്, മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇവിടെ എന്താ, ഇവിടെ ഇങ്ങനെ ഡെയിലി ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവൻറ്റ്സ് ഉണ്ട് ഗൈസ്. ഇവൻറ്റ്സ് ഓരോന്ന് വരുന്നത്. ഇന്നലെ നമ്മളത് മിസ്സായി BM ക്രാഷ് ചെയ്തുകൊണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഗൈസ്, ഗോസ്റ്റ് വെഹിക്കിൾസ് ഇറങ്ങിയിട്ട് തോന്നുന്നു കേട്ടോ. 11 സീസൺ ശേഷമാണ് ഇങ്ങനത്തെ കൂടുതൽ കാണുന്നത്. അതെ, ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്, അണ്ണൻ വിളിക്കുന്നുണ്ട്. അണ്ണാ, അതെ വണ്ടി നോക്കിയായിരുന്നോ? അതെ, എന്തായാലും മാക്സിമം റെഡിയാക്കണ്ണ. നോക്കൂ, ഫണ്ട് ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. മൊത്തമല്ല, കുറച്ചിട്ടുണ്ടായിരുന്നു. വീടാ അതൊരെണ്ണം ജസ്റ്റ് അധികം റേറ്റില്ലാതെ കിട്ടിയപ്പോൾ മേടിച്ചണ്ണ. അണ്ണൻ്റെ ഫണ്ടൊക്കെ തരും. ഇന്നലെ ഇവൻ്റ് മിസ്സായി. സ്പീഡ് ടെസ്റ്റ് ഒന്ന് കയറ്റിയതാ. ബ്രേക്ക് പെട്ടെന്ന് ജാമായി. ഫുള്ള് ക്ലീൻ ചെയ്തില്ലായിരുന്നോ? എന്താണ് അത് ചെക്ക് ചെയ്യണ്ടേ? ഇതെല്ലാം ഒന്ന് അഴിച്ചു നോക്കണം. ഞാൻ പൊക്കോണ്ടിരിക്കണം. ഇന്നലെ ചന്ദ്രൻ്റെ സിവിക്ക് എടുത്തിട്ടാണ് വന്നത്. റെഡ് കളറൊക്കെ EMI എടുത്തെന്നാണ് പറഞ്ഞത്. അതെ, ടാക്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി തോന്നുന്നു. ഫണ്ടില്ലായി എന്താ പോകും. അപ്പോൾ രാവിലെ അവന് വേണമെന്ന് പറഞ്ഞു, കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചിട്ടാ. അങ്ങനെ കത്തിക്കണമെന്നില്ല, റോഡൊക്കെ കാലിയാണ്. ഞാൻ ഇറങ്ങാൻ കുറച്ച് വൈകി. ഇനിയിപ്പോൾ അവൻ്റെ സമയത്ത് എത്തിച്ചില്ല എന്ന് വേണ്ട, ചോദിച്ചിട്ട് വണ്ടി എടുത്തെന്നാണ്. എന്നാ എന്തായാലും അയച്ചു നോക്ക്, വണ്ടി സെറ്റാക്കും. നമ്മുടെ പേരിലല്ലെങ്കിലും ചിലപ്പോൾ ഇവൻറ്റിന് ആവശ്യം വന്നാലോ. അല്ല, ആരെയും അന്വേഷിച്ചൊന്നും കൊടുക്കാം. നമ്മൾ കേസ് ഇപ്പത്തൊന്നും നോക്കുന്നത്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അണ്ണനത് പണിയാൻ തുടങ്ങിയിട്ടുള്ളൂ. അണ്ണനത് വീൽ അയച്ചിട്ടില്ലാന്ന് പറഞ്ഞത്, ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിട്ടുള്ളൂ. പക്ഷെ BM കൊണ്ട് ഓടിയിട്ട് ഗൈസ്. അതെ, എനിക്ക് പറഞ്ഞാൽ ഗ്രീസ് വാട്ടർ കയറി അത് ഹീറ്റായപ്പോഴേ
ഇനി പെട്ടെന്ന് ജാമ ഉണ്ടാവുക. ബീച്ച് റോഡ് ഗൈസ്, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഗൈസ് വീടുകൾക്ക്. അതെ, വലിയ ഫണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇറക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി ഇവിടെ റേറ്റ്. പ്ലാസ്റ്റിക് അല്ലേ, സ്ക്രാച്ച് ഒന്നും ഉണ്ടാവില്ല. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ചന്ദ്രൻ്റെ വായിക്ക് മൊത്തം കേൾക്കേണ്ടി വരും ഗൈസ്. ഉണ്ടാവില്ലായിരിക്കുമല്ലോ. ഒരു മിനിറ്റ് ഗൈസ്, ഇവരെങ്ങനെ ഇതറിഞ്ഞേ ചന്ദ്രൻ്റെ കൈസ് വിളിക്കുന്നത്? ഹലോ ചന്ദ്ര. ഇല്ലടാ, വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇത് നീ ഇറങ്ങിയോന്നൊക്കെ ചോദിക്കണേ. അത് ഈ 10 പറഞ്ഞേ. വണ്ടി എത്തുവോടെ അപ്പത്തേനും. എത്തിക്കും. എടാ ഞാൻ സ്പീഡിലാണോ എന്നാ? ഇല്ലില്ല, 70. ഞാൻ 100 കയറ്റിയിട്ടില്ല. എടാ നിന്റെ വണ്ടിയാണെങ്കിൽ എൻ്റെ വണ്ടി പോലെയല്ലേ, നാശാക്കൊന്നുമില്ല. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല എന്നാ? നിനക്ക് സമയത്തിന് വണ്ടി വേണ്ടേ? എന്നാലും ഞാൻ മെല്ലെ തന്നെ വന്നുള്ളൂ. എടാ മൈലേജ് നോക്കിയിട്ടാ വന്നതെന്ന്. എത്തിക്ക. ശരി. ഇന്നലെ BM ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത ടണലിൻ്റെ അവിടെ വെച്ചിട്ട് കഴിഞ്ഞു. ടണൽ ക്രോസ് ചെയ്തു, പെട്ടെന്ന് ബ്രേക്ക് ജാമായി. അവർ ജീപ്പിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ടു. അവന് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇൻഷുറൻസ് അവരെടുക്കുമെന്ന് അറിയില്ല. നമ്മുടെ പേരിലല്ലേ വണ്ടി, പ്രശ്നമായി വന്നാൽ നമുക്കും പണിയാണ്. അതെ, എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തിയതെന്ന്. വള്ളി പിടിച്ചതൊന്നല്ല, ആകെ വണ്ടി വെള്ളത്തിൽ കിടന്ന് നാശമായപ്പോൾ. അത്യാവശ്യം നല്ല BM ആയിരുന്നു. അണ്ണൻ അതൊക്കെ സെറ്റ് ചെയ്ത് തന്നാന്ന്. നോക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമ്മിൻ്റെ അവിടെ നിന്ന് വീലിന് മറ്റേ ബ്രേക്ക് പാഡില്ലേ, അതൊന്ന് ഫുള്ളെടുത്ത് ക്ലീൻ ചെയ്തില്ലായിരുന്നു. അതെ, ഗ്രീസും വെള്ളം കൂടി ചേർന്ന് ജാമയുണ്ടാവും. എന്തായാലും അണ്ണൻ ഒന്നുകൂടി അയച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വല്ല വന്നാൽ കൊടുക്കും. അവൻ്റെ പുറകെ കേസ് കാര്യങ്ങളൊന്നും നമ്മളില്ലപ്പോൾ. ശരി, ഞാൻ എത്താറായി. എന്ത് റാംബോയാ? അവൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നാട്ടിൽ പണി എന്തെങ്കിലും ഒപ്പിച്ചവൻ അത് വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിന്നാ? ഇവൻ ഈ വള്ളിപിടുത്തം മാത്രമേ ഉള്ളൂല്ലേ പണി. പിന്നെ ഈ റാംബോ ചന്ദ്രൻ ഫുള്ള് വൈബായിരിക്കുമല്ലോ. അത് നീയല്ലേ കൊണ്ടുവരണേ ഇനി? അല്ലല്ലോ, നമ്മളുമായിട്ടൊന്ന് കണ്ടിട്ടപ്പോ അവനല്ലേ ഫുള്ള് വള്ളിപിടുത്തം മാത്രമേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കൊണ്ടിരിക്കുക. അപ്പം അവനെ പിക്കാനാണോ? അതായിട്ടില്ല. മന്നേ ഉള്ളൂ. ഇത് വേറെയാണോ? ഇല്ലടാ, വണ്ടി അത്ര സ്പീഡിലൊന്നും ഇല്ല. 6 ഗിയറുണ്ട് നിന്റെ വണ്ടിക്ക്, അതറിയോ? 6ാമത്തെ ഇട്ടിട്ട് മെല്ലെ പോകാനാ? ഓക്കെ, ശരി. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വഴക്കാവും. നമ്മൾ എത്തിക്കുക. ഇപ്പോൾ വരിക ഞാൻ. ശരി, ഓക്കെ. ഈ ചന്ദ്രൻ പറഞ്ഞ പോലെ വേസ് എൻ്റെ ബസ് സർവീസ് കഴിയാത്തതുകൊണ്ട് വണ്ടി മെല്ലെ ഓടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. സമയത്ത് വണ്ടി എത്തണതിന് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല ഗൈസ്. നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. എല്ലാവരും നല്ല സ്പീഡിലാണ്. നമ്മൾ ഈ 70 പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ വന്നിട്ടുണ്ടല്ലോ എക്സ്പ്രസ് ഹൈവേ ഒക്കെ. അതെ, അത് ഇവിടുത്തെ മെയിൻ്റനൻസ് ഒക്കെ പക്കേ. മഴയൊക്കെ ഇത്തിരി കുറവായതുകൊണ്ടാണ് റോഡ് മാത്രം നാശമാകും. ഇന്നത്തെ പരിപാടി തന്നെ കഴിച്ചു. വണ്ടി കൊണ്ട് കൊടുക്കാതെ തന്നെ ഒരു ഇവൻറ്റിൻ്റെ കാര്യം സംസാരിക്കാൻ പോകാനുണ്ട്. നമ്മുടെ BMൻ്റെ കാര്യം നോക്കണം. റാംബോയോ? അവനൊരു ഗഡിയാണ് നാട്ടിലെ. അതെ,
വെക്കേഷൻ വരുന്നൊന്നല്ല, എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി വെച്ചിട്ട് തന്നെ വഴിയായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് ചന്ദനെ വിളിച്ചത്. മിക്കവാറും അവനുണ്ടാവും ഗൈസ്, കൂട്ടുകാരുണ്ടാവും. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞോ ഗൈസ്, നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ ചങ്കന്മാരായതുകൊണ്ടാണ് ഇവരെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. ബാക്കി ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടിയൊക്കെ നമുക്ക് ഇറക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ, സെറ്റാക്കാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ ഗൈസ്. ഇനി നമുക്ക് ടോപ്പ് ഉണ്ട് കേട്ടോ, ടോപ്പ് സ്പീഡ് ഉണ്ട് വണ്ടിക്ക്. പക്ഷെ നമ്മുടെ ആ നല്ല BM ഓടിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് ഒട്ടും ഫീൽ ആവണല്ലോ വണ്ടി. ആ ഒരു ഇനീഷ്യൽ പവറിൽ ഗൈസ്. ശരിയാണ്, അത് ടർബോ വണ്ടിയാണ്. മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. എവിടെ മോഡിഫിക്കേഷൻ? അവനല്ലേ ആള് 70 ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ. റോഡിലൊക്കെ നമ്മൾ എന്ത് മെനക്കി ഓടിക്കണം, കാരണം ഓരോ ചെറുക്കന്മാരും ഉണ്ട്, ഫുള്ള് ടൂൾസ് ആയിരിക്കും കയ്യിൽ. ചോദിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പം കുശി. അപ്പം അതൊക്കെ സ്ഥിരം പരിപാടിയില്ലേ. പിന്നെ വഴിയിൽ നിർത്തലൊന്നുമില്ല, ക്യാമറ കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിലും ഒരു വണ്ടി നിർത്തൽ കാര്യങ്ങളൊന്നുമില്ല. ബ്ലോക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മൾ ചന്ദ്രൻ്റെ ഇവിടുത്തെ ഇതിൽ അവൻ്റെ നമ്മൾ വിളിച്ചു നോക്കട്ടെ ഗൈസ്. ചന്ദ്ര, ആ ഇറങ്ങിയിട്ട് റൈറ്റിലുള്ളതല്ലേ? ഫസ്റ്റാ സെക്കൻഡാ? ഫസ്റ്റ് തന്നെ അല്ലേ? നീ ഇത് AC 2 മേടിച്ച് വെച്ചാ? ഓ, ഫ്രണ്ടിൽ വാടകയ്ക്ക് വിട്ടേക്കണോ? ഓ, അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടുണ്ട്. എത്തി. നീ കുളിക്കാൻ കയറുവാണെങ്കിൽ കയറിക്കോ. ഇല്ല, ഞാൻ പോവാം കയറാനല്ല. റിവേഴ്സ് എടുത്തിടാൻ വേണമെങ്കിൽ. ഇല്ല, ഉണ്ട്, 2 കട്ടി ഉണ്ട്. ബാക്കി നീ പോകുമ്പോൾ പഠിച്ചോ. ഓക്കെ. എന്നെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെടാ, ശരി എന്നാൽ. ഗൈസ്, ഇതാണ് ഗൈസ് ചന്ദ്രൻ്റെ ഒരു വീട്. എൻ്റെ സൈക്കിളൊക്കെ അവനവിടെ തുടയ്ക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുമോ. അപ്പോൾ സീ യു ഗൈസ്, സീ യു ടുമോറോ. ബൈ ബൈ.